ഏവർക്കും നമസ്കാരം. ട്രാവൽ വിത്ത് സുനുവിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും, ഞാൻ ഇന്നൊരു സൂര്യകാന്തി പാടത്തിൻ്റെ നടുക്ക് ആയിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ഇത് നമ്മുടെ നിങ്ങൾ കാണുമ്പോഴത്തേക്കും വിചാരിക്കും നമ്മുടെ കേരളത്തിലാണോ അതോ ഞാനിപ്പോൾ തമിഴ്നാടോ അല്ലെങ്കിൽ കർണാടകയിലൊക്കെയാണോ എന്നൊരു ചെറിയൊരു തെറ്റിദ്ധാരണ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അങ്ങനെ തെറ്റിദ്ധാരണയുടെ ആവശ്യമില്ല. ഇത് നമ്മുടെ എറണാകുളം ജില്ലയിലുള്ള പിറവം എന്ന് പറയുന്ന സ്ഥലത്താണ്. എക്സാക്ട്ലി എറണാകുളത്ത് നിന്ന് പിറവത്ത് വന്ന് പിറവത്ത് നിന്ന് മുളക്കുളം വരികയും മുളക്കുളത്തിന് തൊട്ടടുത്ത് ഒരു പാലം കടന്നാൽ നമ്മുടെ ഈ സൂര്യകാന്തി പാടങ്ങൾ, അതുപോലെ തന്നെ ചെണ്ടുമല്ലി പാടങ്ങൾ, പിന്നെ 90 ഏക്കർ വിശാലമായ 45 തരത്തിലുള്ള നെല്ലുകൾ, വകഭേദങ്ങളുള്ള നെല്ലുകൾ, പിന്നെ മത്സ്യകൃഷി, പിന്നെ ക്യാബേജ് കൃഷി, കോളിഫ്ലവർ കൃഷി, അങ്ങനെ വളരെ വിശാലമായിട്ടുള്ള ഒരു പാടമാണിത്. നിങ്ങൾക്കൊരു സൗണ്ട് കേൾക്കുന്നത് കാണാം. അതെന്താണെന്ന് വെച്ചാൽ പക്ഷികളെ നെൽപ്പാടങ്ങളിൽ നിന്ന് കൊട്ടി ഓടിക്കുന്ന ഒച്ചയാണ് നിങ്ങൾ കേൾക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് അറിഞ്ഞത് ആകസ്മികമായിട്ട് TV കണ്ടപ്പോഴേക്കും എല്ലാ ചാനലുകളിലും നമ്മുടെ ഈ വിശേഷപ്പെട്ട ഈ സൂര്യകാന്തി പാടങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ചെണ്ടുമല്ലി പാടങ്ങളും ഈ 45 തരം വിശേഷപ്പെട്ട നെല്ലുൽപാദിപ്പിക്കുന്ന പലതരത്തിലുള്ള നെല്ല്, പിന്നെ അതിൻ്റെ പുതിയ പുതിയ വെറൈറ്റികൾ ഉൽപ്പാദിപ്പിക്കുന്നതായിട്ടുള്ള പാടശേഖരങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലം ഈ പർവ്വതത്തിനടുത്ത്, ഞാൻ താമസിക്കുന്നിടത്ത് നിന്ന് ഏകദേശം ഒരു 20 കിലോമീറ്ററോളം ദൂരമുണ്ട് ഇവിടേക്ക് വരാനായിട്ട്. അപ്പോൾ എനിക്ക് വളരെയേറെ അതിശയം തോന്നി. അപ്പോൾ ഇതൊന്ന് കണ്ട് മനസ്സിലാക്കാം, നേരിട്ട് കണ്ട് അറിയാമെന്ന് വന്ന് കണ്ടപ്പോഴാണ് ഞാൻ രാവിലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നത്. ഏകദേശം മണി ഇപ്പോൾ 7:30 ആകുന്നേ ഉള്ളൂ. സൂര്യൻ ഉദിച്ചു വരുന്നേ ഉള്ളൂ. സൂര്യകാന്തി പൂക്കൾ സൂര്യനിലേക്ക് തിരിയുന്നതായിട്ടുള്ള ഒരു സമയമായി വരുന്നുള്ളൂ. ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ തലകുനിച്ച് നിൽക്കുകയാണ് സൂര്യകാന്തി പൂക്കൾ. വലിയ വലിയ സൂര്യകാന്തി പൂക്കൾ, നമ്മുടെ വലിയൊരു സ്റ്റീൽ പാത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അത്രമാത്രം വലിയ സൂര്യകാന്തി പൂക്കൾ ഇവിടെ കേരളത്തിൽ ഉണ്ടാകുമോ എന്ന് ഓർത്തപ്പോൾ എനിക്ക് അതിശയം തോന്നി. ചിലതൊക്കെ ചെറുതാണ്. ഇത് നിങ്ങൾ എൻ്റെ സമീപത്ത് നിൽക്കുന്ന സൂര്യകാന്തി പൂ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും, വളരെ വലിയതായിട്ടുള്ള സൂര്യകാന്തി പൂക്കളാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ കൃഷിയൊക്കെ അന്യം നിന്ന് പോകുന്ന സമയമാണ്. ആളുകൾക്ക് കൃഷിയോടൊക്കെ താല്പര്യം നമ്മുടെ മലയാളികൾക്ക് വളരെയേറെ കുറവുള്ള സമയത്ത് ഇവിടെ ജിജോ എന്ന് പറഞ്ഞ ഒരു കൃഷിയോട് വളരെയേറെ ആഭിമുഖ്യമുള്ള ഒരു വ്യക്തി, അദ്ദേഹം ധാരാളം ബംഗാളികളെ വെച്ചിട്ട് 10-20 ബംഗാളികളെ ജോലിക്കായിട്ട് നിർത്തിയിട്ട് അവരുടെ പ്രയത്നം കൊണ്ട് ഈ സ്ഥലം മനോഹരമാക്കിയിരിക്കും. ഇതൊരു 90 ഏക്കർ സ്ഥലം അദ്ദേഹം പാട്ടത്തിനെടുത്തിരിക്കുകയാണ്. പണ്ട് ബ്രാഹ്മണരുടെ മനയൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നത്. പിന്നെ ഇഷ്ടികക്കളമായിട്ട് ഡൈവേർട്ട് ചെയ്യപ്പെട്ടു. ആ ഇഷ്ടികക്കളത്തിൽ നിന്നുള്ള ചില സ്ഥലങ്ങളിൽ കുഴിയൊക്കെ ഉണ്ട്. അവിടെ മീൻ വളർത്തുകയും നമ്മൾ ഈ പാടത്തേക്ക് നടന്നു പോകുന്ന ഇരുവശങ്ങളിലും നിറയെ ചെണ്ടുമല്ലികൾ ഇങ്ങനെ എന്താ പറയുക, ഒരു വാക്ക് വേ പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ വളരെ വിശാലമായ പെട്ടെന്ന് നമുക്ക് നോക്കിയാൽ ഇത് കാണാൻ സാധിക്കത്തില്ല. ഇങ്ങനെ നീണ്ടു പരന്ന് കിടക്കുന്ന സ്ഥലമാണ്. കൗതുകകരമായ കാഴ്ച എന്ന് വെച്ചാൽ ചെറിയ ആസ്പെറ്റോസിന്റെ ഷീറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകുന്നുണ്ട് ഒരു ബംഗാളി, അദ്ദേഹം ഈ കൊട്ടിയിട്ട് ഇങ്ങനെ കിളികളെയൊക്കെ ഇങ്ങനെ പടർത്തി ഓടിക്കുന്നതായിട്ടുള്ള ഒരു സീനൊക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. നമുക്ക് മനസ്സിന് കുളിർമ ലഭിക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് വേണ്ടത്? അദ്ദേഹം കൊട്ടുന്നുണ്ട്. അപ്പൊ കൊട്ടിനുള്ള ആ ഒരു ശബ്ദം കൂടി ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ് എൻ്റെ വിശ്വാസം. നമുക്ക് മനസ്സിന് സുഖവും സന്തോഷവും നിർവൃതിയും ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇടയ്ക്ക് സമയമുള്ളപ്പോഴൊക്കെ ഇതുപോലുള്ള പാടശേഖരങ്ങളും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നമ്മളൊന്ന് കാണുകയും സന്ദർശിക്കുകയും ചെയ്യുമ്പോഴത്തേക്കും ഇദ്ദേഹത്തിന് ഇത് ചെയ്യാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് ചെറുതാണെങ്കിലും ഒരു 5 സെന്റ് സ്ഥലം ഉണ്ടെങ്കിലും 5 സെന്റ് സ്ഥലത്ത് സ്വയം പര്യാപ്തതയോടുകൂടി നമുക്ക് ഇതുപോലുള്ള ഒന്നും നട്ടില്ലെങ്കിൽ ഈ പൂക്കൾ നടുക, അല്ലെങ്കിൽ ചില നമ്മുടെ കോമ്പൗണ്ടിൽ നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. ഇപ്പൊ നമ്മുടെയൊക്കെ ചിന്തയിൽ ഉണ്ടായിരുന്നോ എനിക്കറിയില്ല, നമ്മുടെ കേരളത്തിലൊക്കെ പിന്നെ എന്താ പറയുക, ഈ സൂര്യകാന്തി പൂക്കളൊക്കെ ഇതുപോലെ വിടരും എന്നുള്ള കാര്യം എനിക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുന്ന കാര്യമായിരുന്നില്ല. അപ്പോൾ നമുക്ക് ഈ കാഴ്ചകളിലേക്ക് ഒന്ന് കണ്ട് നമുക്കൊന്ന് മടങ്ങി വരാം. നമുക്ക് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് ഒന്ന് പോയിട്ട് നോക്കി വരാം. ഇതാ വളരെ വലിയൊരു സൂര്യകാന്തി പൂവാണിത്. ഇതിനകത്ത് ഇതെല്ലാം പൂക്കളൊക്കെ കൊഴിഞ്ഞു പോയി. ഇത് കണ്ടോ, അതിനകത്ത് വിത്തുകളാണ് ഇങ്ങനെ. ഇതൊരു 2-3 കിലോ ഉണ്ടെന്ന് തോന്നുന്നു. വളരെ വലിയ സൂര്യകാന്തിയാണ്. അപ്പൊ ഇതിന്റെ വിത്തുകളാണ്, ഈ കാണുന്ന വിത്താണ്. ഈ വിത്താണ് നമ്മൾ എണ്ണയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇത്രയും വലിയ സൂര്യകാന്തി നമ്മുടെ കേരളത്തിന്റെ കാലാവസ്ഥയിൽ ഇപ്പോഴിത് വളരുമെന്നുള്ളത് ഒരു വളരെ അതിശയകരമായുള്ള കാര്യമാണ്. തമിഴ്നാട്ടിലെ വരണ്ട കാലാവസ്ഥയിൽ പൂഴി വരുന്ന പോലത്തെ ഉണങ്ങിയ മണ്ണുകളിലൊക്കെയാണ് മഴയൊന്നും ധാരാളം സൂര്യകാന്തിക്ക് പാടില്ല എന്നുള്ളതാണ്. ഇത് നേരത്തെ വരികയും ഞാൻ വരാൻ വൈകിപ്പോയിട്ടാണ്. അല്ലെങ്കിൽ എൻ്റെ മുഖത്തിന് 2 ഇരട്ടിയോളം വലിപ്പമുള്ള സൂര്യകാന്തിയുടെ ഒരു പൂവാണിത്. അപ്പൊ ഇത് എനിക്ക് നഷ്ടപ്പെട്ടു പോയി. ഞാൻ വരാൻ വളരെ വൈകിപ്പോയിട്ട് അത് ഒന്ന് മാറിപ്പോയതാണ്. ഇത് നോക്കൂ, ഏകദേശമുള്ള ഇത് കണ്ടല്ലേ, ഇതുപോലെയുള്ള സൂര്യകാന്തി പൂക്കൾ ധാരാളമുണ്ട്. ഇവിടെയൊക്കെ നിറച്ച് ആ പാടങ്ങളിലേക്കൊക്കെ ഇങ്ങനെ സൂര്യകാന്തി പൂക്കൾ ഇങ്ങനെ തലയുയർത്തി വരുന്നതേ ഉള്ളൂ. അവിടേക്ക് നമുക്ക് നോക്കാം. ആ ഒരു വിഷ്വലിലേക്ക് നിങ്ങളെ ഞാൻ കൊണ്ടുപോകാം. അപ്പുറത്തേക്ക് നോക്കി കഴിഞ്ഞാൽ ധാരാളമായിട്ട് ഇങ്ങനെ സൂര്യകാന്തി പൂക്കൾ ഇങ്ങനെ, ഞാൻ വന്ന സമയത്ത് ഇത്രയും ഉണ്ടായിരുന്നില്ല.
ഇപ്പൊ ഇങ്ങനെ തല ഉയർത്തി വന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ മനോഹരമായിട്ട് നിങ്ങളെ. അപ്പോൾ ഞാൻ ആ വയലേലകളിലേക്ക് പോവുകയാണ്. നമ്മൾ നോക്കാം, കാണുമ്പോൾ തന്നെ നോക്കി, വയലേലകളുടെ ഇരുവശങ്ങളിലും ചെണ്ടുമല്ലികൾ നല്ല, എന്താ പറയാ, നല്ല മഞ്ഞ കളറുള്ളതും, പിന്നെ ഇത് പ്രത്യേകതരം കളറാണ്, മജന്ത കളറുള്ള ചെണ്ടുമല്ലികളാണ് ഇരുവശങ്ങളും. അത് പാടത്തേക്ക് പോകുന്ന വഴിഭാഗം ഇരുവശങ്ങളും മനോഹരമാക്കാനായിട്ട് അങ്ങനെ നോക്കത്താത്ത ദൂരത്തോളം ഈ ചെണ്ടുമല്ലിപ്പൂക്കൾ ഇങ്ങനെ വിടർന്ന് രണ്ട് വശത്തും ഇങ്ങനെ വഴിയായിട്ട് നിൽക്കുകയാണ്. അതിന്റെ ചില സ്ഥലങ്ങളിൽ പച്ചക്കറി തോട്ടമുണ്ട്, വെള്ളരിപ്പാടങ്ങളുണ്ട്, പിന്നെ മീൻകുളങ്ങളുണ്ട്, അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ധാരാളമായിട്ടുണ്ട്. അപ്പം നമ്മുടെ പിന്നാമ്പുറങ്ങളിലേക്ക് നോക്കി നമുക്ക് ഇതുവഴി ഇങ്ങനെ നടന്നു പോകാൻ ധാരാളം സ്ഥലമുണ്ട് പുറയിലേക്ക്. അപ്പം നമുക്ക് ഇതുവഴി നടന്ന് 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 നമുക്ക് ആ ഭാഗത്തെ നല്ല നയനാനന്ദകരമായ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ആസ്വദിക്കാം. ആ പക്ഷികൾ, ധാരാളം വെറൈറ്റിയിലുള്ള ധാരാളം പക്ഷികളുണ്ട്. അപൂർവങ്ങളായ ചെറിയ ചെറിയ കുരുവികള്, ചെറിയ കുറ്റികള്, തത്തമ്മകള്, മാടത്തകള്, ഓലഞ്ഞാലികള്, ധാരാളം പേരറിയാത്ത ധാരാളം പക്ഷികളെയൊക്കെ നമുക്ക് ഇവിടെ ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും. വളരെ കുളിർമ നൽകുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പിന്നെ മറ്റൊരു പ്രത്യേകത പറഞ്ഞത്, നമ്മുടെ ഈ നെൽപ്പാടങ്ങളുടെ ഓരോ നെൽപ്പാടങ്ങളിലും ഏത് വകഭേദത്തിലുള്ള നെല്ലുകളാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെ പിന്നെ വിതച്ചിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിന്റെ പേരുവിവരങ്ങളൊക്കെ അവിടെ നമുക്ക് നൽകി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് കണ്ട് മനസ്സിലാക്കി പല പല സുമതി, പിന്നെ രക്തമുഖി, എനിക്കറിയില്ല പേരുകളൊന്നും എനിക്കറിയില്ല, അങ്ങനെ പല പല പേരുകളിലുള്ള എനിക്കറിയാവുന്ന ആകെപ്പാടെ ഒരേ ഒരു പേര് അയ്യാറട്ട്, അത് പാട്ടൊക്കെ ഉണ്ടല്ലോ, അത് മാത്രമേ എനിക്കറിയാവുകയുള്ളൂ. മറ്റുള്ള നെല്ലുകളെ കുറിച്ചുള്ള പേരുകളൊക്കെ നമുക്കുള്ള അജ്ഞതക്കുറവ് കൊണ്ടാണ്. അപ്പോൾ നമുക്ക് 45 തരത്തിലുള്ള നെല്ലുകൾ ഏതൊക്കെയാണ് വകഭേദങ്ങളിലൊക്കെ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാനും മനസ്സിലാക്കി എടുക്കാനായിട്ടൊക്കെ നമുക്ക് സാധിക്കും. നീർക്കാക്കകളും കുറ്റികളും ഒക്കെ ഇങ്ങനെ ഈ പിന്നെ വെള്ളത്തിൽ കൂടി ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇടയ്ക്ക് പൊന്മാൻ ഊളിയിട്ട് മീൻ പിടിക്കുന്നു, വലിയ മീനുകൾ ചാടി മറിയുന്നു. ഇതൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാനായിട്ട് സാധിക്കും. നമുക്ക് പിറവത്തും, എറണാകുളം പിറവം, ഇതൊരു നെല്ലാണ്. ഈ നെല്ലിന്റെ പേര് ബസുമതി. നമ്മുടെ ബസുമതി റൈസ് ഇവിടെ ഇവർ വിതച്ചിരിക്കുക. ഒരു ബസുമതി റൈസ് നമ്മുടെ ഇവിടെ അല്ല സ്വാഭാവികമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നത്, പക്ഷേങ്കിൽ നമുക്ക് അതും ഇവിടെ കാണാനായിട്ട് സാധിക്കും. നമ്മളൊന്നുകൂടെ കീനായിട്ട് ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും. ആ വായുടെ കുനിപ്പ് എനിക്ക് കാണാൻ സാധിക്കാറില്ല, മഷി പടർന്നുകൊണ്ട്. അത് ബസുമതി എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പം ബസുമതി റൈസ് ഉണ്ട് ഇവിടെ. പിന്നെ അപ്പുറത്തേക്ക് അതുപോലെ ഓരോ പാടശേഖരങ്ങളുടെ അടുത്തും ഇതുപോലെ ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത് നമുക്ക് ഏത് തരത്തിലുള്ള നെല്ലുകളാണ്. ഇതിനകത്ത് ഇങ്ങനെ കതിര് വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ, കതിരുകൾ വരുന്നുണ്ട്. അപ്പൊ ഇത് വലിയൊരു പ്രയത്നമാണ്. പ്രയത്നത്തോടൊപ്പം തന്നെ ഇത് ചെയ്യാനുള്ളൊരു മനസ്സ്, ആ മനസ്സിനെ നമ്മൾ തീർച്ചയായിട്ടും അഭിനന്ദിച്ചേ മതിയാവുകയുള്ളൂ. ഇത്തരത്തിലുള്ള ഒരു പാടത്തെ, ഇത്തരത്തിലുള്ള തരിശായിട്ട് കിടന്ന ഒരു ഇഷ്ടിക കളത്തെ എങ്ങനെ മനോഹരമാക്കി മാറ്റാം, എങ്ങനെ ഉപയോഗപ്രദമായ രീതിയിലേക്ക് കൊണ്ടുവരാം, എത്രമാത്രം പൂക്കളെ അവിടെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാം, പച്ചക്കറികളെ ഉൽപ്പാദിപ്പിക്കാം, അതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് താമരക്കുളങ്ങൾ കാണാം. എൻ്റെ പിന്നിൽ ഇനിയിപ്പോൾ കാണുന്നത് ഈ പൂക്കളുടെ വഴിത്താരകളിലൂടെ നമ്മൾ സഞ്ചരിച്ചു കഴിയുമ്പോൾ നമുക്ക് താമരക്കുളങ്ങൾ, ഇടതുവശത്തും താമരക്കുളങ്ങൾ, വലതുവശത്ത് വരും കുളങ്ങളെ കാണാൻ സാധിക്കും. ഇതെങ്ങനെയാണ് ഇവിടെ താമരക്കുളങ്ങളും കുളങ്ങളും ഉണ്ടായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് മുൻപ് ഈ സ്ഥലം ആദ്യം വയലേലകളായിരുന്നു. അതിനുശേഷം ഇഷ്ടികക്കാർക്ക് ഇഷ്ടിക ഉണ്ടാക്കാനായിട്ട് അവർ കൊടുക്കുകയുണ്ടായി, പാടത്തിനോ മറ്റോ കൊടുക്കുകയുണ്ടായി. അപ്പൊ അവർ ഇഷ്ടിക നിർമ്മാണത്തിന് വേണ്ടി പാടത്തെ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ വലിയ വലിയ കുഴികൾ നിർമ്മിച്ച് മണ്ണെടുക്കാനായിട്ട്. ആ കുഴികളിൽ ഇപ്പോൾ വെള്ളം നിറഞ്ഞിരിക്കുകയാണ്. അവിടെയാണ് മീൻ വളർത്തലും, അതിൽ ചില സ്ഥലങ്ങളിലാണ് താമരകളും ഇപ്പോൾ അത് ചെയ്തിരിക്കുന്നത്. അത് അന്നത്തെ കാലത്ത് അങ്ങനെ ചെയ്യുകയും പിന്നീട് അത് നിരോധിക്കപ്പെടുകയും ചെയ്തിരുന്നു. പാടശേഖരങ്ങളിൽ അങ്ങനെ മണ്ണെടുക്കാനൊന്നും പാടില്ല എന്നുള്ള നിരോധന നിയമം വന്നുകൊണ്ട് അത് നിർത്തുകയാണ് ചെയ്തത്. പിന്നീട് ഇതിപ്പോൾ അത് അവരെ ഇത്തരത്തിലേക്കുള്ള പദ്ധതിയിലേക്ക് മാറ്റി അത് യൂസ്ഫുൾ ആക്കി മാറ്റി എടുത്തിരിക്കുകയാണ്. നമുക്ക് പാടശേഖരങ്ങൾ കാണാം, കുളങ്ങൾ കാണാം, താമരക്കുളങ്ങൾ കാണാം. നമുക്ക് ആ കാണുന്നതൊക്കെ താമരപ്പാടങ്ങളാണ്. ഇത് നമ്മുടെ താമരക്കുളമാണ്. താമരപ്പൂക്കളൊക്കെ പറിച്ചുകൊണ്ട് പോയി നമ്മുടെ സമീപ പ്രദേശമുള്ള ക്ഷേത്രങ്ങളിലേക്ക്, നമ്മുടെ പൂർണ്ണത്രേശ ക്ഷേത്രത്തിലേക്കും നമ്മുടെ ചോറ്റാനിക്കര ക്ഷേത്രത്തിലേക്കൊക്കെയുള്ള താമരപ്പൂക്കൾ ഇവിടുന്ന് കൊണ്ടുപോകാറുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. നിങ്ങൾക്ക് നോക്കിയാൽ സാധിക്കും, ഇലകൾ മാത്രമേ ഉള്ളൂ, പൂക്കളൊക്കെ പൊട്ടിച്ച്, അതിൻ്റെ ആ കമ്പ് മാത്രമേ ഉള്ളൂ, പൂക്കളൊക്കെ പൊട്ടിച്ച് കൊണ്ടുപോയിരിക്കുന്നു. ഇതിങ്ങനെ താമരപ്പാടങ്ങളാണ്. ധാരാളം പൂക്കൾ ഉണ്ടായി തീർന്നതാണ്. ഇവിടുന്ന് ആ ഭാഗത്തേക്ക് നമുക്ക് ധാരാളം താമരപ്പൂക്കളായിട്ടുള്ള താമര പാടങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഭാഗത്ത് മുഴുവൻ താമരപ്പാടങ്ങളാണ്. അവിടെ ഇവിടെ ചെറിയ ചെറിയ താമരകൾ എന്തിട്ടും താമരമൊട്ടുകൾ ധാരാളമായിട്ട് വളർന്നു വരുന്നുണ്ട്. താമരപ്പൂക്കളും ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ ഇവിടെ വന്ന് കാണണം, ഇതൊന്ന് ആസ്വദിക്കണം. ധാരാളം വെറൈറ്റി ഉള്ള വകഭേദങ്ങൾ, നെല്ലുകൾ, 45 തരം നെല്ലുകളുടെ വകഭേദങ്ങൾ കാണാം, താമരപ്പാടങ്ങൾ കാണാം, മത്സ്യകൃഷി കാണാം, അതുപോലെ തന്നെ സൂര്യകാന്തി പാടങ്ങൾ കാണാം, ചെണ്ടുമല്ലി പാടങ്ങൾ കാണാം,
പച്ചക്കറി കൃഷികൾ കാണാം. എല്ലാം കാണുകയും ആസ്വദിക്കുകയും ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വരാവുന്നതാണ്. നമ്മുടെ എറണാകുളം ജില്ലയിലെ പിറവത്ത് വന്നിട്ട് പിറവത്ത് നിന്ന് മുളക്കുളത്തേക്ക് എപ്പോഴും ബസ് കിട്ടും. ആ മുളക്കുളത്ത് വന്നതിന് ശേഷം ഒരു പാലം കടന്ന് നിങ്ങൾ അവിടെ ഇറങ്ങിയിട്ട് ചോദിച്ചാൽ മതി. പാലം കടന്ന് വരുമ്പോഴേക്കും നമുക്ക് ഈ പാടം വളരെ വിശാലമായ സ്ഥലങ്ങളുണ്ട്. വരിക, കണ്ട് ആസ്വദിക്കുക. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഇൻസ്പിറേഷൻ നമുക്ക് ലഭിക്കും, നമുക്ക് സന്തോഷം ലഭിക്കും. മനസ്സിന് മറ്റൊന്നും ചെയ്യാൻ സാധിച്ചില്ല, മനസ്സിന് സന്തോഷവും നിർവൃതിയൊക്കെ ലഭിക്കും. നമുക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ള ആ ഒരു മനോഭാവം നമ്മളിലേക്ക്, ഈ പ്രകൃതി ഭംഗി നമ്മളിലേക്ക് നിറയ്ക്കും. തീർച്ചയായിട്ടും എല്ലാവരും വന്ന് കാണുക. കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് ഇത്തരത്തിലേക്കുള്ള ഈ തരിശു പാടത്തെ ഇത്തരത്തിലേക്കുള്ള വലിയ മനോഹരമാക്കി മാറ്റിയ ഇദ്ദേഹത്തിനോട് ശ്രീമാൻ ജിജോയോട് വളരെ വലിയൊരു താങ്ക്സ് പറയുകയാണ്. എല്ലാവരുടെയും പേരിലും ട്രാവൽ വിത്ത് സുനുവിന്റെ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. വീണ്ടും ട്രാവൽ വിത്ത് സുനുവിന്റെ സത്യം തേടുന്ന യാത്രകളുമായി നമുക്ക് വീണ്ടും മുന്നോട്ട് മറ്റൊരു കാഴ്ചയായിട്ട് വരുന്നവരെ എല്ലാവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി, നമസ്കാരം.